എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അവധി ദിവസമാണ്. വൈകുന്നേരത്തേക്കിന് സ്നാക്സ് ആയിട്ട് ഞാൻ ഇച്ചിരി ചക്കക്കുരു വെച്ച് വട ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമ്മുടെ ചാനലിൽ നേരത്തെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചക്കക്കുരു വട ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ തൊലിയൊന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് ഒരു 2-3 വിസിൽ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ തൊലി നമുക്കിതുപോലെ പെട്ടെന്ന് ഇളക്കി കളയാൻ പറ്റുമേ. അപ്പോൾ ഇതുപോലെ ചക്കക്കുരുവിൻ്റെ തൊലി നമ്മൾ ഒന്നെങ്കിൽ ഒരു കത്തി വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിങ്ങി പോരും കേട്ടോ. ഇതിൻ്റെ ഈ കറുത്ത തൊലിയൊന്നും കളയണമെന്നില്ല. കറുത്ത തൊലിയാണ് നല്ല ഗുണമെന്നാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു എല്ലാം തൊലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലൊരു തടിത്തവി വെച്ച് ഈ പാത്രത്തിനകത്ത് ഇതുപോലൊന്ന് ഞെക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞു വരുവേ. അപ്പോൾ ഇതുപോലെ ഒരുപാടങ്ങ് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. ചെറുതായിട്ടൊരു തരിതരിപ്പായിട്ട് തന്നെയാണ് ഞാനിത് ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ വടയ്ക്ക് ആവശ്യമായിട്ട് നമ്മൾ സാധാരണ വടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക്, കുറച്ച് സവോള അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചക്കക്കുരുവിൻ്റെ കൂട്ടിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി വേണം നിർബന്ധമൊന്നുമില്ല. പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്, അത് തന്നെ മതി. പിന്നെ കായപ്പൊടി വേണമെങ്കിൽ കുറച്ച് കായപ്പൊടി ഇടാവേ. അപ്പം ഞാനതും കായപ്പൊടി ഇട്ടിട്ടില്ല. കുറച്ച് മുളക് പൊടി ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് വടയുടെ പരുവത്തിന് കുഴച്ചെടുക്കാവേ. അപ്പോൾ എന്നിട്ട് ഇത് ചെറിയ ഉരുളയാക്കിയിട്ട് ഇതുപോലൊന്ന് പരത്തി കൊടുക്കാവേ. നമ്മുടെ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതെല്ലാം ഒന്ന് പരത്തി വെക്കാവേ. അപ്പോൾ ഇതെല്ലാം പരത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് ഓർത്തത് ഒരു 2-3 ഏത്തപ്പഴം ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതുകൂടെ എടുത്തൊന്ന് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചേ. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇനി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, ഒരു നുള്ളു ഉപ്പ്, ഇത്രയും ചേർത്ത് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കാവേ. അപ്പോൾ ഏത്തയ്ക്ക പൊരിക്കാനുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം ഈ ഏത്തക്കയുടെ ഓരോ പീസ് അതിലേക്ക് മുക്കി നമുക്ക് എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാവേ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തപ്പോൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പയിൽ കട്ടൻ കാപ്പിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ഞങ്ങൾ കട്ടൻ കാപ്പി കുടിക്കാറുള്ളത് കേട്ടോ. നമ്മുടെ ഏത്തയ്ക്കാപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് കൂടെ ഇട്ട് കൊടുക്കാവേ.
നമ്മുടെ കട്ടൻ കാപ്പിയും റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ മെയിൻ സാധനം ചക്കക്കുരുവിൻ്റെ വട, അത് നമുക്ക് ഈ എണ്ണയ്ക്കകത്തോട്ടിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് വേവിച്ചെടുക്കണേ, അല്ലെ ഉള്ളൊന്നും വേഗത്തില്ല കേട്ടോ. ഇത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ, ഇളം ബ്രൗൺ കളർ ആകുന്നവരെ എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കണേ. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കിന് നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് മാറ്റാവേ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വടയും പിന്നെ ഏത്തയ്ക്ക അപ്പവും കട്ടൻ കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ചക്കക്കുരു കൊണ്ട് വട ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.